SNDP മുന്നോട്ട് വെച്ച ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി. വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കൂടി നൽകിയതോടെ ദുരൂഹത ബലപ്പെട്ടെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. പിന്മാറ്റത്തിൽ പുനരാലോചനയില്ലെന്നും NSS വ്യക്തമാക്കി. കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ലേ, അതും കേരളത്തിലെ ഇന്ത്യയുടെ ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് ആകുന്നു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളിയിട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നുന്നു. മറുവശത്ത് സുകുമാരൻ നായരെ ആവോളം പുകഴ്ത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഐക്യനീക്കം അടഞ്ഞ അധ്യായമല്ല, ഐക്യത്തിനായി വീണ്ടും ശ്രമിക്കാമെന്നും വെള്ളാപ്പള്ളി. SNDP യോഗം അപ്രൂവ് ചെയ്തിരിക്കുന്നത് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ക്രിസ്ത്യാനി വരെയാണ്. ഒരു ഐക്യത്തിന് വേണ്ടി ആരും ഉപദ്രവിക്കാനില്ല, ആരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കാനില്ല, ഇലക്ഷൻ വോട്ട് പിടിക്കാനുമല്ല, ഇലക്ഷൻ ഷണ്ടുമല്ല. ഇത് നേരത്തെ പ്രഖ്യാപിച്ച നയങ്ങൾ, ആ നയങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് പങ്കുചേരാവുന്നവർക്ക് പങ്കുചേരാം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, SNDP വെള്ളാപ്പള്ളി നടേശൻ കുഴിച്ച സജുവാണ്. സജു, വെള്ളാപ്പള്ളി കുഴിച്ച വിഴിയിൽ വീഴില്ല എന്നാണോ സുകുമാരൻ നായർ പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, SNDP NSS ഐക്യനീക്കം അപ്രതീക്ഷിത വേഗത്തിലാണ് പൊളിഞ്ഞത്. അതേസമയം ഇതിന്റെ കാരണങ്ങൾ, അതായത് പിന്മാറ്റത്തിനുള്ള കാരണങ്ങൾ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിച്ചെങ്കിലും ഡിഫൻസ് മോഡിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. G. സുകുമാരൻ നായരെ ആവോളം പുകഴ്ത്തിയ വെള്ളാപ്പള്ളി നടേശൻ ഐക്യത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ല, അതായത് ഇനിയും അതിനുള്ള സാധ്യതയുണ്ട് എന്ന സന്ദേശമാണ് നൽകാൻ ശ്രമിച്ചത്. ഒപ്പം ഇതിനായി ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന സംശയവും അദ്ദേഹം പങ്കുവച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിന് G. സുകുമാരൻ നായർ പറഞ്ഞ മറുപടി ഇതായത് ഈ കാര്യത്തിൽ, അതായത് ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുകയാണ് NSS എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 കാരണങ്ങൾ ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു ചർച്ചയ്ക്കായി നിയോഗിച്ചത് NDA നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നൊരു കാര്യം. അതിന് തൊട്ടു പിന്നാലെ പത്മ പുരസ്കാര പ്രഖ്യാപനം കൂടി വരുന്നു, അതായത് വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം ലഭിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നു. അടഞ്ഞ അധ്യായമാണ്, പുനരാലോചനയേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം സംശയങ്ങൾ, ബാഹ്യ ഇടപെടൽ ഉണ്ടായ സംശയത്തെ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നു. പക്ഷെ പതിവിന് വിരുദ്ധമായി ഇത് അടഞ്ഞ സാധ്യതയല്ല എന്ന് വിശദീകരിക്കാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നതും ശ്രദ്ധേയമാണ്.